ഇനി മറ്റെടുക്കുക, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. ഇത് രാവണൻ പറഞ്ഞ എനിക്ക് ലങ്ക വേണം, എനിക്ക് സീത വേണം, അത് നിങ്ങൾ ചത്താലും കുഴപ്പമില്ല, എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ കുലത്തിന് ഉൾപ്പെടെ മുഴുവനും നാശത്തിന് വിട്ടുകൊടുത്ത രാവണനെ കാണാം. കുംഭകർണനെ കൊലയ്ക്കാണ് വിട്ടുകൊടുക്കുന്നത് രാവണൻ. എന്തിനു വേണ്ടി? തൻ്റെ സുഖത്തിന് വേണ്ടി. തൻ്റെ അനിയനും പോയാലും കുഴപ്പമില്ല. വിഭീഷണൻ ബുദ്ധിമാനാണ്. വിഭീഷണൻ എന്ത് ചെയ്തു? വിഭീഷണൻ അവിടെ നിന്ന് ചാടി രാമനെ അഭയം പ്രാപിച്ചു. അപ്പൊ ഈ ആദ്യം ഈ കുലംകുത്തി എന്ന് വിളിച്ചില്ലേ, അത് രാവണനാട്ടോ. ഞാൻ തെറ്റിദ്ധരിക്കണ്ട, രാവണൻ ആദ്യം വിളിച്ചത്. വിഭീഷണനെ വിളിച്ച എടാ കുലംകുത്തി, നീ ചതിച്ചു ഇല്ലടാന്നൊക്കെ പറയുമ്പോൾ രാവണന്റെ മോനും വിളിക്കണ്ട, അച്ഛൻ്റെ സ്വഭാവം മകൻ കാണിക്കുമല്ലോ, ഇന്ദ്രജിത്ത് നിങ്ങളെ വിളിക്കണ്ട. ഇവിടെ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് തോന്നും എന്നാലും ചേട്ടൻ്റെ അടുത്ത് ശത്രുവിൻ്റെ അടുത്തേക്കല്ലേ പോയേ. അല്പബുദ്ധികൾ അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മുടെ ശാസ്ത്രം ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കാണപ്പെട്ട ദൈവമാണ്. പക്ഷേ എന്താ പക്ഷേ? ഈശ്വരനിലേക്ക് പോകുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ധാർമ്മികമായ വഴിയിൽ പോകുമ്പോൾ അച്ഛൻ തടുക്കുകയാണെങ്കിൽ ആ അച്ഛനെ അനുസരിക്കണ്ട, അമ്മ തടുക്കുകയാണെങ്കിൽ ആ അമ്മയെ അനുസരിക്കണ്ട, ഭർത്താവ് തടുക്കുകയാണെങ്കിൽ ആ ഭർത്താവിനെ അനുസരിക്കണ്ട, ഭാര്യ തടുക്കുകയാണെങ്കിൽ ആ ഭാര്യയെ അനുസരിക്കണ്ട, ഗുരു തടുത്താൽ ആ ഗുരുവിനെയും അനുസരിക്കേണ്ട. ധർമ്മത്തെ, ഈശ്വരകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആര് തടുത്താലും അതിന് ധിക്കാരം പറയണ്ട, അത് ചെയ്യാതിരിക്കരുത്, അത് ചെയ്തു കൊള്ളണം. അതിനു വേണ്ടി ഈ ഗുരുജനങ്ങളെ ധിക്കരിച്ചാൽ അത് തെറ്റല്ല, അത് ശരിയാണ്. കാരണം നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഈശ്വരനോട്. അച്ഛനുമുള്ള കടപ്പാട് എന്താണ്? ഈശ്വരൻ തന്നതാണ് നമുക്ക് അച്ഛനും. അപ്പൊ അവരുടെ ആ കടപ്പാട് ഈശ്വരൻ വെച്ചാൽ എന്താണ്? ഏതെങ്കിലും സ്വർഗത്തിന് മുകളിൽ വേൻസാമി പറഞ്ഞ പോലെ ഒരു പള്ളിവാളും ഒരു വലിയ വെള്ളിവാളും പിടിച്ച സ്വർഗ സിംഹാസനത്തിൽ ഇങ്ങനെ വാളും പിടിച്ച് വെട്ടാൻ നിൽക്കുന്ന ഒരു ഈശ്വരൻ നമുക്കില്ല. നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ള നന്മകളാണ്. അതിനെതിരായിട്ട് ആര് പറഞ്ഞാലും അനുസരിക്കേണ്ട. അതാണ് വിഭീഷണൻ ചെയ്തത്. ഇനി നമുക്ക് കാണാം ജടായു സമ്പാദി. തൻ്റെ അനുജനെ സമ്പാദിയെ രക്ഷിക്കാൻ വേണ്ടി സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയർന്ന കഥ വിവരിക്കാൻ സമയമില്ലേ. ആ സമ്പാദിയുടെ മുകളിൽ തൻ്റെ വളരെ വിശാലമായ ചിറക് വിടർത്തി അനിയന് തണൽ കൊടുക്കുമ്പോഴാണ് സമ്പാദി ചിറക് വിടർത്തി തണൽ കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിൻ്റെ ചിറക് കരിഞ്ഞു പോകുന്നു താഴെ. പിന്നെ പക്ഷം പോയ പക്ഷിക്ക് എന്താ വകുപ്പ്? അത് താഴെ വീഴുന്നു. ഇങ്ങനെയാണ് ജടായു സമ്പാദി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പോകുന്നു. പിന്നെ ജടായുവിൻ്റെ മോക്ഷമൊക്കെ കഴിഞ്ഞ് ഈ കഥ വാനരന്മാരെ സമുദ്രത്തിൽ പറയുമ്പോഴാണ് ചിറകില്ലാത്ത ഈ സമ്പാദി വലിയ കുറ്റൻ പക്ഷിയാണ്, മല പോലെ ഇരിക്കുന്ന പക്ഷിയാണ്, വരികയും തൻ്റെ അനിയനെ കുറിച്ചാണ് കഥ പറയുന്നത് കേട്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കഥ മുഴുവൻ പറയണം. അനുജനെ രക്ഷിക്കാൻ വേണ്ടി പ്രാണത്യാഗത്തിന് തയ്യാറായ ഒരു ചേട്ടനെ പക്ഷികളുടെ കൂട്ടത്തിൽ വാൽമീകി കാണിച്ചു തരികയാണ്. നമുക്ക് അത്രയൊന്നും വേണ്ടല്ലോ. നമുക്ക് കിട്ടിയ മുട്ടായി മുറിക്കുമ്പോൾ വലിയ കഷ്ണം അനിയന് കൊടുത്താൽ മതി. മുറിക്കണവൻ ആരാണോ അവൻ ചെറുതെടുക്കണം. എന്തിനാണ്? കൊടുക്കാൻ പഠിക്കുകയാണ്. കൊടുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് ഇരട്ടി ഈശ്വരൻ തരും, സന്തോഷം ഉണ്ടാവും. ഈ മഹത്തായ ജീവിതം നമുക്ക് ആ പക്ഷിയെ കാണാം. ഇനി നമുക്കാണ് ബാല്യ സുഗ്രീവനാണ്. 2 ചേട്ടനെയും നല്ല ധനം, അധികാരം, കരുത്ത്, സമ്പന്നത. പക്ഷെ എന്താണ്? ബാലി അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ ശക്തിയുടെയും അങ്ങോട്ട് വർദ്ധിച്ചപ്പോഴത്തേക്കും ഒരു അഹങ്കാരിയായിട്ട് മാറി. ആ അഹങ്കാരം ഏതുവരെ എത്തി? സ്വന്തം അനുജനെ തല്ലി അവിടുന്ന് ഓടിച്ചു. രാവണനെ ഓടിച്ചു കേട്ടോ, ചേട്ടനെ തല്ലി ഓടിച്ചത്. വരമൊക്കെ കിട്ടിയ ചേട്ടൻ പറഞ്ഞു ഇനി ഇവിടെ താമസിക്കണ്ട, ഞാൻ താമസിച്ചോടാം. ലങ്കയിൽ അങ്ങനെയാണ് മൂപ്പര് താമസാക്കിയത്. ലങ്ക കുബേരൻ്റെ ആയിരുന്നു. അപ്പൊ ചേട്ടൻ വണ്ടി കൊണ്ട് പോകാൻ നോക്കി. ചേട്ടൻ്റെ വണ്ടിയുടെ പേര് പുഷ്പവിമാനം. അതും കൊണ്ടുപോകണ്ട, അതും അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനെ ഓടിച്ചു വിടുമായിരുന്നു. അതാ രാവണൻ ചെയ്തത്. ഇവിടെ ഇത് തന്നെയാണ്. ഇവിടെ അനുജനെയാണ് തല്ലി ഓടിക്കുന്നത്, മറ്റേ ചേട്ടനെയാണ് തല്ലി ഓടിക്കുന്നത്. അനുജനെ തല്ലി ഓടിക്കുകയാണ്. എന്നിട്ടോ അനുജന്റെ ഭാര്യയോട് പറഞ്ഞു നീയും പോണ്ട, നീ ഇവിടെ എന്ന് ചെയ്യുന്നു. അപ്പൊ അത്ര ഒരു അധമമായ പ്രവൃത്തി ചെയ്ത ഒരു സഹോദര ബന്ധമാണ് നമുക്ക് ബാലി സുഗ്രീവനിലും കാണുന്നത്. ഇവിടെ നമുക്ക് മാതൃകയായിട്ടുള്ളത് പിന്തുടരാൻ പറ്റുന്ന ഏത് സഹോദര ബന്ധമാണെന്ന് ആഴത്തിൽ ചിന്തിക്കുക, അതിനെ സ്വീകരിക്കുക. നമസ്കാരം.